വെൽക്കം ബാക്ക് ടു വീക്ക്ലി ഔട്ട്ലുക്ക്. ഇറ്റ്സ് മീ അൽത്താഫ് ഫ്രം കറൻസി പിപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 3 പെയേഴ്സാണ്, യൂറോ, GBP, ഗോൾഡ്. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് യൂറോ USD ആണ്. യൂറോ USDയിൽ നമ്മൾ വീക്ക്ലിയുടെ ടൈം ഫ്രെയിമാണ് നോക്കുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിം കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിംഗിൾ ക്യാൻ ലോബിയിൽ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്തിട്ട് അടിയിലോട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട്. പിന്നെ അടുത്ത ഓർഡർ ബ്ലോക്ക് നമുക്ക് എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. നമുക്ക് അടുത്ത ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്നിട്ട് എന്ത് ചെയ്തിട്ട് ടാപ്പ് ചെയ്തിട്ടാണ് അടിയിലോട്ട് പോയത്. നമുക്ക് ഡെയിലി ബയാസിൽ നോക്കാം. ഡെയിലി ബയാസിൽ എന്താ മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിരുന്നത് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് നമുക്ക് സെല്ല് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കിൽ എത്തിയിട്ട് എന്തിൻ്റെ അടിയിലോട്ട് ഒരു മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 4 ഹവറിലോട്ട് വന്ന് 4 ഹവറിലോട്ട് വരാം. നമ്മൾ അടുത്ത പ്ലാൻ നമുക്ക് 4 ഹവറിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്നിട്ട് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, കൺഫേം ആയിട്ട് നമുക്ക് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയമും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് സെല്ല് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഏരിയ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് സെല്ല് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സിംഗിൾ ക്യാൻ ലോബിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഒരു സെല്ല് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ലോ ടൈം ഫ്രെയിമിൽ വന്നിട്ട് കൺഫർമേഷൻ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സെല്ല് നോക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് GBP ആണ്. GBPയിൽ വീക്കിലി വരുമ്പോൾ നമുക്ക് നോക്കാം. വീക്കിലി നമ്മൾ കഴിഞ്ഞ എല്ലാ വീക്കിലും പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ടുള്ള ഹൈ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് അടിയിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് GBPയിൽ എന്ത് ചെയ്തിട്ടില്ല, നമുക്കൊരു ബോഡി ബ്രേക്കോ അടിയിലോട്ട് മൂവ്മെൻറ്റ് തരാനുള്ള ഒരു ബോഡി ബ്രേക്ക് കിട്ടിയില്ല. ഇപ്പം നമുക്ക് കൺഫർമേഷൻ ഇല്ല, സെല്ല് നോക്കാനുള്ള ഒരു കൺഫർമേഷൻ ഇല്ല. അപ്പോഴും വീക്കിലി ക്ലോസ് ചെയ്തത് ക്യാനിൽ ക്ലോസ് ചെയ്ത് ബിഗ് ബ്രേക്ക് ആയിട്ടാണ്, ബോഡി ബ്രേക്ക് അല്ല. ബോഡി ബ്രേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൺഫർമേഷനാണ്. ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഡെയിലിയുടെ ടൈം ഫ്രെയിം നോക്കാം. ഡെയിലിയിൽ നമുക്ക് ഇവിടെ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഫെയിൽ ചെയ്തിട്ട് അടിയിലോട്ട് പോയിട്ട് പിന്നെ എന്ത് മേലോട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് അതേപോലെ തന്നെ എന്ത് ചെയ്യാം, 4 ഹവറിൽ വരാം. 4 ഹവറിൽ നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞിരുന്നു നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് ബൈ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഹൈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ട് എന്നാലും നമുക്ക് ഇവിടുന്ന് ഒരു ബൈ സോൺ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ബൈ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇത് മാർക്കറ്റ് ഇവിടുന്ന് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരാതെ അടിയിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് സെല്ല് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് SL അടിക്കായിരുന്നു. അപ്പോൾ അതാ പറഞ്ഞ് ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ബൈ എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എന്ത് ചെയ്ത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിൽ ചെയ്ത് അടിയിലോട്ട് പോയി നമുക്ക് എന്ത് ചെയ്യാം, 4 ഹവറിലെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എടുത്ത് തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു ഐഡിയമോ ഉണ്ട്. ഐഡിയമോ സീപ്പായിട്ടാണ് മാർക്കറ്റ് ഇവിടെ നിലവിൽ നിൽക്കുന്നത്. മാർക്കറ്റ് ഐഡിയമോ സീപ്പ് ചെയ്ത് തന്നെ കഴിഞ്ഞതിൽ നമുക്ക് സെല്ല് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് ഇവിടുന്ന് ഒരു സെൽ എൻട്രി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നമ്മൾ അടുത്ത വീക്കിലേക്കുള്ള ഒരു ഓർഡർ ബ്ലോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു എൻട്രിയുടെ ഒരു കണ്ടിന്യൂസ് എൻട്രി എടുക്കാൻ നമുക്ക് ഇവിടുന്ന് ഒരു മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു ലോ വരെ നമുക്കൊരു സെല്ല് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഗോൾഡിൽ വന്നു കഴിഞ്ഞാൽ, ഗോൾഡിൽ വീക്കിലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഗോൾഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സിംഗിൾ ക്യാൻ ലോ ഓർഡർ ബ്ലോക്ക് വന്നിട്ട് അത് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ വീക്കിൽ വന്നിട്ട് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിന്നിരുന്നത്. ഈ കഴിഞ്ഞ വീക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് അടിയിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഒരു സിംഗിൾ ക്യാൻ ലോബി കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് വന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു സെല്ല്, ഈ ഒരു ഐഡിയം വരെ സെല്ല് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ സെല്ല് നോക്കാവുന്നതാണ്. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ വീക്കിലിയുടെ എന്ത് ചെയ്യുക, ഇത് വീക്കിലിയുടെ ആണല്ലോ, വീക്കിലിയുടെ എന്ത് ചെയ്യുക, നമുക്ക് റിഫൈൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഓർഡർ ബ്ലോക്ക് ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. പിന്നെ അടുത്ത ഓർഡർ ബ്ലോക്ക് നോക്കുമ്പോൾ മിറ്റിഗേറ്റഡ് ആണ്. പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തരാം. ഇത് റിഫൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഈ ഒരു ഏരിയയാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്കറ്റ് കിട്ടുന്നത് അല്ലേ. ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് വരുന്നത്. പിന്നെ റിഫൈൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ വരുന്നത് ഈ ഒരു വിഗ് സോണാണ്. ഈ വിഗ് സോൺ നമുക്ക് എടുക്കാം. എന്നിട്ട് എന്ത് ഈ രണ്ടിൽ ഓർഡർ ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് സെല്ല് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സോണിൽ വന്നാലും കൺഫർമേഷൻ നോക്കാം. പിന്നെ ഇതിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഹൈ ബ്രേക്ക് തന്നെ കിട്ടണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബൈ സൈഡ് ആക്കാൻ പറ്റുള്ളൂ. എന്നാലും ഇപ്പോൾ നമ്മൾ നിലവിൽ സെല്ലാണ്, എന്ത് ചെയ്യുക, ഈ ഹൈ ബ്രേക്ക് ചെയ്താലാണ് എന്ത് ചെയ്യുക, നമുക്കൊരു ബൈ സ്ട്രക്ചർ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മൾ സെല്ലാണ് നോക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് 4 ഹവറിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് 4 ഹവറിൽ നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞിരുന്നു നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ സെല്ല് നോക്കാം. അതേപോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്ത് അടിയിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ഡിമാൻഡ് സോൺ ഫെയിൽ ആയിട്ടുള്ള ഫ്ലിപ്പ് സോണാണ്. ആ ഫ്ലിപ്പ് സോണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല്ല് നോക്കാം. മാർക്കറ്റ് അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലിപ്പ് സോണിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അടിയിലോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് നമുക്കൊരു ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹൈ വരുന്നത് ഇതാണ്. പിന്നെ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഈ ഒരു ഐഡിയം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെല്ല് നോക്കാവുന്നതാണ്. ഈ ഒരു ഐഡിയം കളക്ട് ചെയ്ത് മാർക്കറ്റ് വന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കൺഫർമേഷൻ ഒരു 15 മിനിറ്റിലോ 5 മിനിറ്റ് കൺഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു നേരെ സെല്ല് നോക്കാവുന്നതാണ്. ഈ ഒരു ലോ വരെ സെല്ല് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്കിലോട്ട് നോക്കുന്ന ഈ 3 പെയേഴ്സാണ്. ഈ 3 പെയേഴ്സിൻ്റെ സപ്ലൈ സോൺസും ഡിമാൻഡ് സോൺസും ആണ് പറഞ്ഞത്. ഈ ഡിമാൻഡ് സോണിലോ സപ്ലൈ സോണിലോ വന്നു കഴിഞ്ഞാൽ നിങ്ങളേതായ കൺഫർമേഷൻ നോക്കിയിട്ട് എടുക്കുക. മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ലിക്വിഡിറ്റീസ് ആണ് വേണ്ടത്. ലിക്വിഡിറ്റീസ് പോട്ട് ചെയ്തിട്ട് അവിടുന്ന് ബൈയോ സെല്ലോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.